സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലപ്പാടി കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടം പതിവാകുന്നു. ഏറ്റവും ഒടുവിൽ ബന്ദിയോട് മുട്ടം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. മൊർത്തണ സ്വദേശി മിർസാനയാണ് മരിച്ചത്. ഓൾട്ടോ കാറും ഥാറും കൂട്ടിയിടിച്ചാണ് അപകടം. LDF മഞ്ചേശ്വരം പഞ്ചായത്ത് സമ്മേളനം TV തോമസ് ഹാളിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1-ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന ആവശ്യം ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം നടന്നു. ചെറുവത്തൂർ കുഴിഞ്ഞടി ജംഗ്ഷനിൽ കഫേ തുടങ്ങാൻ തയ്യാറെടുപ്പ് നടത്തിയ പ്രവാസിയുടെ കടയുടെ ഫർണിച്ചറുകളും ഉപകരണങ്ങളും ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചതായി പരാതി. ചെറുവത്തൂർ തിമിരി പിലാവളപ്പ് സ്വദേശി 54-കാരനായ C ഹംസക്കുട്ടിക്കാണ് ദുരനുഭവമുണ്ടായത്. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ നാടകോത്സവത്തിന് തുടക്കമായി. രാജ് റെസിഡൻസിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നാടകം കാണാൻ എത്തിയ ആളുകളും മുൻകാല നാടക പ്രവർത്തകരും നാടകവേദികളിൽ സജീവമായുള്ളവരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ദ ഗ്രേറ്റ് ബോംബെ സർക്കസ് കാഞ്ഞങ്ങാട്ട് ആരംഭിച്ചു. ലോകപ്രശസ്ത എത്യോപ്യൻ കലാകാരന്മാർ റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി എത്തുന്നു. അയങ്ങോത്ത് നക്ഷത്ര ഓഡിറ്റോറിയത്തിന് എതിർവശമാണ് ഗ്രേറ്റ് ബോംബെ സർക്കസ് ആരംഭിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. തലപ്പാടി കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടം പതിവാകുന്നു. ഏറ്റവും ഒടുവിൽ ബന്ദിയോട് മുട്ടം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. മൊർത്തണ സ്വദേശി മിർസാനയാണ് മരിച്ചത്. ഓൾട്ടോ കാറും ഥാറും കൂട്ടിയിടിച്ചാണ് അപകടം. തലപ്പാടി കാസർഗോഡ് ദേശീയപാതയിൽ 1-ാം റീച്ചിൽ വാഹനാപകടം പതിവാകുന്നത് ആശങ്ക ഉയർത്തുന്നു. സമീപകാലങ്ങളിൽ നിരവധി അപകടങ്ങളാണ് ഈ പാതയിലുണ്ടായത്. അപകടത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി ബന്ദിയോട് മുട്ടം ദേശീയപാതയിലാണ് വാഹനാപകടമുണ്ടായത്. ഞായറാഴ്ച രാത്രി 7:45 ആൾട്ടോ കാറും താറും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. നാടിനെ നടുക്കിയ അപകടത്തിൽ യുവതി മരണപ്പെടുകയും 2 വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മൊർത്തണ സ്വദേശിനിയായ മിർസാനയാണ് അപകടത്തിൽ മരിച്ചത്. കൂട്ടിയിടിയിൽ താർ ജീപ്പ് മറിയുകയും ആൾട്ടോ കാർ പൂർണ്ണമായും തകരുകയും ചെയ്തു. കാറിലുണ്ടായിരുന്നവരെ ഉടൻ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മിർസാനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന ഹുസൈൻ സഹദി, മറിയമത്ത് ഷാക്കിയ, അബ്ദുൽ സാലിം, ജുമാന എന്നിവർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. താർ വാഹനത്തിലുണ്ടായിരുന്നവരും പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തെ തുടർന്ന് ഗതാഗതം മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സംഭവത്തിൽ അപകടത്തിന്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. അബ്ദുൽ റഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. LDF മഞ്ചേശ്വരം പഞ്ചായത്ത് സമ്മേളനം TV തോമസ് ഹാളിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. TV തോമസ് ഹാളിൽ നടന്ന LDF മഞ്ചേശ്വരം പഞ്ചായത്ത് സമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ ഉദ്ഘാടനം ചെയ്തു. 47 ರೂಪಾಯಿ ಸುರಾಯಿನ ಪೆನ್ಷನ್ ಆದರೂ ವಿವಿಧ ಎಡದುಪಕ್ಷ ಗೌರ್ಮೆಂಟ್ 15 ಸಂದರ್ಭಗಳು ಎಚ್ಚರಮಟ್ಟವು ಕಡೆಗೆ 2019 VS ಗೌರ್ಮೆಂಟ್ ಅಧಿಕಾರ ಮುಗಿದುಕೊಂಡಾಗ 500 ರೂಪಾಯಿ ಅಂತ ಪೆನ್ಷನ್ ಹೋಗಿ 2014 ನವೆಂಬರ್ ತಾಲೂಕು ಉಮ್ಮನ್ ಚಾಂಡಿ ಗೌರ್ಮೆಂಟ್ 500 ರೂಪಾಯಿ ಸೇರಿಸ 500 ರೂಪಾಯಿ ಇಡೀ ಪೆನ್ಷನ್ ಲೈಫ್ UDF ದಲ್ಲಿ 100 ರೂಪಾಯಿ ಮಾತ್ರನೇ ಆದದ್ದು ಕ್ಷೇಮ ಪೆನ್ಷನ್ ಕೂಡ ಅದು ಕೊಡೋದು ನಮಗೆ ಗೊತ್ತು ಕೊಡೋದು. ಆ 100 ರೂಪಾಯಿ ಕೊಟ್ಟು ನಾವು 18 ತಿಂಗಳ ಕೊಡ್ತೀವಿ. ಪ್ರಖ್ಯಾಪನ ಮಾತ್ರನೇ ಆದರೂ ಮಾಡ್ತಾರೆ. 2014 ಎಡದು ವರ್ಷ ಜನಾಧಿಪತಿ ಮಂಡಳಿ ಗೌರ್ಮೆಂಟ್ ಆದದ್ದು ಪೆನ್ಷನ್ ಪೂರ್ತಿ ಆದ ತೀರ್ಮಾನ ಮುಳು ಬ್ಯಾಂಕ್ ದಕ್ಕಲಿ ಬ್ಯಾಂಕ್ ದಕ್ಕಲು ಒಂಜಿ ಇಲ್ಲಡೆ ಈ ಮಂಜೇಶ್ವರ ಪಂಚಾಯತ್ 42,000 ರೂಪಾಯಿ ದಿಕ್ಕನ ಒಂಜಿ ಇಲ್ಲೂ ಅಶೋಕ ಪೆನ್ಷನ್ 42,000 ರೂಪಾಯಿ ದಿಕ್ಕನ 3 ಜನ ಮಂಜೇಶ್ವರ ಪಂಚಾಯತ್
CPI നേതാവ് ദയാകർ മാട അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം ടി കൃഷ്ണൻ, JDS നേതാവ് ഡോക്ടർ ഖാദർ, CPI നേതാക്കളായ S രാമചന്ദ്ര ബഡാജെ, ശ്രീധർ മാട എന്നിവരും CPIM നേതാക്കളായ അഷ്റഫ് കുഞ്ചത്തൂർ, കരുണാകർ ഷെട്ടി എന്നിവരും സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മഞ്ചേശ്വരം ഡിവിഷൻ സ്ഥാനാർത്ഥി ഐറിൻ ജാസ്മിൻ, കുഞ്ചത്തൂർ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ഗണേഷ് കുഞ്ചത്തൂർ, മഞ്ചേശ്വരം ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി രമേശ് ഉദ്യാവര, ബഡാജെ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി ദയാകർ ഹൊസങ്കടി, വാർഡ് സ്ഥാനാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രശാന്ത് കനില, വിജയ കനില, ഉമേഷ് പദവു, കിരൺ മാട, പ്രതീഷ് ബഡാജെ, മോനു കുച്ചിക്കാട, രാജ കീർത്തേശ്വര, ഉദയകേശവ് കണ്വതീർത്ത, അസീർ മഞ്ചേശ്വരം, ജേക്കബ് സന്നദ്ക, ഗംഗാധര KK എന്നിവർ നേതൃത്വം വഹിച്ചു. കമലാക്ഷ കനില സ്വാഗതവും ദയാകർ മാട നന്ദിയും പറഞ്ഞു. അബ്ദുല്ലഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടൂട്ട് ജോളി യൂത്ത് സെന്ററിൽ വെച്ച് നടന്നു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ 10 വർഷക്കാലത്തെ പ്രവർത്തനാനുഭവങ്ങൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ ഒട്ടേറെ ഉദാഹരണങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഭരണകാലഘട്ടമാണ്. ആ നിലയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാദേശിക ഗവൺമെന്റുകൾ എന്നുള്ള നിലയിൽ അതിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമായി പരിശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വലിയ പിന്തുണയും സഹായവും അതിനുണ്ടായിരുന്നതാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മികച്ച നിലയിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും ഓരോ തദ്ദേശ ഭരണ സ്ഥാപനവും വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച് അവരുടെ നാടിന്റെ തനതായ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. CPI നേതാവ് KV കൃഷ്ണൻ, INL നേതാവ് കുഞ്ഞി മൊയ്തീൻ, ജനതാദൾ നേതാവ് ദിലീപ് മെഡയിൽ, കേരള കോൺഗ്രസ് നേതാവ് M ഷാജി, M പോക്ലൻ, മൂലക്കണ്ടം പ്രഭാകരൻ, കാറ്റാടി കുമാരൻ, V ഗിനീഷ്, ദേവി രവീന്ദ്രൻ, K സബീഷ് എന്നിവർ സംസാരിച്ചു. ശിവജി വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. കൺവെൻഷനിൽ വെച്ച് ഗംഗാധരൻ പള്ളിക്കാപ്പിലിനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായും ശിവജി വെള്ളിക്കോത്തിനെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. അജാനൂർ പഞ്ചായത്തിൽ 24 വാർഡുകളിലായി CPM 19 വാർഡിലും INL 3 വാർഡിലും 2 വാർഡിൽ CPI സ്ഥാനാർത്ഥികളും മത്സരിക്കും. 24 വാർഡുകളിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ കൺവെൻഷനിൽ വെച്ച് പരിചയപ്പെടുത്തി. KV കുഞ്ഞിരാമൻ രക്തഹാരം അണിയിച്ച് അഭിവാദ്യം ചെയ്തു. മടിക്കൈ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുൻ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും DYFI സംസ്ഥാന ട്രഷററുമായ K സതീഷിനെയും കൺവെൻഷനിൽ വെച്ച് രക്തഹാരം അണിയിച്ച് പരിചയപ്പെടുത്തി. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും കൺവെൻഷനിൽ വെച്ച് ഹാരമണിയിച്ച് സദസ്സിന് പരിചയപ്പെടുത്തി. കഴിഞ്ഞ 2 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന് കീഴിൽ അജാനൂർ പഞ്ചായത്തിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ ഫലമായി ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്ന ഉത്തമ വിശ്വാസമുണ്ടെന്നും KV കുഞ്ഞിരാമൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്നാവശ്യം. ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സമ്മേളനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ പ്രഭാകര ഹെബ്ബാർ ഇല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. कि तकरीबन 11 साल पूरे हो चुके हैं. इसकी प्रारंभिक दशा थी, बचपन की जो दशा थी, उस वक्त में भी इसका हिस्सा अवश्य था. जब कासरगोड में एक सम्मेलन हुआ था, उसमें एक विशेषज्ञ के रूप में आप लोगों का निमंत्रण मुझे मिला था. मैंने उसको तहे दिल से स्वीकार भी किया था. आप लोगों के बीच में रहने का अवसर मुझे मिला था. जब आप हम जो संस्था है और युवावस्था की तरफ बढ़ रही है,
इस समय में भी आप लोगों ने मुझे याद किया। ചടങ്ങിൽ ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ പ്രസിഡന്റ് കെ സജിത് ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ വിനോദ് കുരുവമ്പലം വിശിഷ്ടാതിഥികളെ ആദരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ആനന്ദകൃഷ്ണൻ എടച്ചേരി, പി ഹരിനാരായണൻ, സുധാമണി, രുക്മിണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സര വിജയികളായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി കെ ഷൈനി, ജോയിന്റ് സെക്രട്ടറി TMV മുരളീധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PK ബാലചന്ദ്രൻ, ജില്ലാ ട്രഷറർ P ഹരിനാരായണൻ, ഹോസ്ദുർഗ് സബ് ജില്ലാ സെക്രട്ടറി K മനോജ് കുമാർ, ഷൈനി PV, K രജനി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സജിത് ബാബു KA പ്രസിഡന്റായും, ടൈറ്റസ് V തോമസിനെ സെക്രട്ടറിയായും, ഹരിനാരായണൻ PA ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ കുഴിഞ്ഞടി ജംഗ്ഷനിൽ കഫേ തുടങ്ങാൻ തയ്യാറെടുപ്പ് നടത്തിയ പ്രവാസിയുടെ കടയുടെ ഫർണിച്ചറുകളും ഉപകരണങ്ങളും ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചതായി പരാതി. ചെറുവത്തൂർ തിബിരി പിലാവളപ്പ് സ്വദേശി 54-കാരനായ C ഹംസക്കുട്ടിക്കാണ് ദുരനുഭവമുണ്ടായത്. 3 പതിറ്റാണ്ട് പ്രവാസ ജീവിതം നയിച്ച ഹംസക്കുട്ടി 4 വർഷം മുൻപ് തൊഴിലെടുക്കുന്നതിനിടയിൽ ദുബായിലെ തൊഴിലിടത്തിൽ തളർന്നു വീണ മാസങ്ങൾ ഗൾഫിലെ ദുബായ് ദേരയിലും ഷാർജയിലും ചികിത്സയ്ക്ക് ശേഷം മംഗളൂരു ആശുപത്രിയിൽ ചികിത്സ തുടരുകയായിരുന്നു. ഗൾഫിലെ തൊഴിൽ ഇല്ലാതാവുകയും നാട്ടിൽ കഫേ തുടങ്ങി കുടുംബം പോറ്റാൻ തീരുമാനിച്ചായിരുന്നു ചെറുവത്തൂർ ടൗണിലെ മേൽപ്പാലം കഴിഞ്ഞുള്ള കുഴിഞ്ഞൊടി ജംഗ്ഷനിലെ തൃക്കരിപ്പൂർ സ്വദേശിയുടെ പാതയോരത്തുള്ള കെട്ടിടത്തിൽ കൂൾബാർ, ബേക്കറി, കഫേ എന്നിവ തുടങ്ങാൻ ഈ വർഷം ഓഗസ്റ്റിൽ 2 ലക്ഷം രൂപ അഡ്വാൻസും 18,000 രൂപ വാടകയും നിശ്ചയിച്ച് എഗ്രിമെന്റ് പ്രകാരം തുക നൽകിയത്. 3 ലക്ഷത്തിൽ പരം രൂപ വില വരുന്ന ഉപകരണങ്ങളും ഫർണിച്ചറുകളും 275 സ്ക്വയർ ഫീറ്റ് വ്യാപാര സ്ഥാപനത്തിനകത്ത് ഉറപ്പിച്ച് തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഫർണിച്ചറുകളും ഉപകരണങ്ങളും സാധനങ്ങളും ഉൾപ്പെടെ കടയ്ക്ക് പുറത്ത് തൃക്കരിപ്പൂർ സ്വദേശിയായ ഉടമ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചെന്നാണ് ഹംസക്കുട്ടി പറയുന്നത്. ഇല്ലാത്തതുകൊണ്ട് ഗൾഫിൽ നിന്ന് തളർന്നു വീണ് ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ ഒരാളെനിക്ക് സഹായിച്ചു തരാനും ഇതാക്കാനും ഇല്ല രീതിയിൽ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എന്നെ സഹായിച്ചിട്ട് ഇതാക്കിയിട്ട് ഞാനൊരു സ്ഥാപനം തുടങ്ങിയതാണ്. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഞാൻ 2 ലക്ഷം റുപ്യ ഡിപ്പോസിറ്റും പിന്നെ അതിൻ്റെ കൂടെയില്ല അതിൻ്റെ ഏജൻറ്റിന് 25,000 റുപ്യ കമ്മീഷനും കൊടുത്തിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്, ഈ ബിൽഡിംഗ് എടുക്കുന്നത്. ഈ ബിൽഡിംഗ് എടുത്തിട്ട് എന്നെ ഇവർ അനുവദിച്ചതാണ് ഈ കട തുടങ്ങാൻ വേണ്ടിയിട്ട്. ഈ കട തുടങ്ങാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ട് ഇത്രയും സാധനം ഞാൻ ചിലവാക്കി. വീടിനുള്ളിൽ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പീഡയിൽ മുടക്കാന്ന്, അതുപോലെ കുറേ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ സാധനം റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് അവർ എൻ്റെ ഇത്രയും പൂട്ടുകൾ ഇപ്പോൾ അത്രയും പൂട്ട് ഞാൻ ഇട്ട് അത്രയും പൂട്ട് അവർ മുറിച്ച് ചാടുന്ന് ഇടുന്നു. ഇപ്പോൾ അവസാനമായിട്ട് അത് വെൽഡ് ചെയ്തിട്ട് അവർ ഇട്ട് വെൽഡ് ചെയ്തിട്ട് എന്നെ കച്ചവടം ചെയ്യാൻ വിടുന്നുമില്ല, അതാകുന്നുമില്ല. എനിക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗവുമില്ല. എന്നെ മൊത്തത്തിലൊരു അവസ്ഥയിലാക്കിയിട്ടേ ഇല്ല. ഞാനിപ്പോൾ എനിക്കൊരു മാർഗ്ഗം ഇല്ലാണ്ട് ഞാൻ ഇപ്പോൾ തേരാപ്പാര നടക്കുന്ന രീതിയിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ 3-3.5 മാസമായി ഇത് കൊടുത്തിട്ട് എനിക്കിത് ഇതാക്കി തരുന്നില്ല. എനിക്ക് നിയമങ്ങളുടെ മുന്നിൽ ഒരു നിയമം കിട്ടുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഈ കേസ് ചന്തേര പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തതാണ്. ഈ പരാതി ഞാൻ ചന്തേര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഇതും കിട്ടിയിട്ടില്ല. എനിക്ക് ഇതുവരെ ഇതും കിട്ടിയിട്ടില്ല. എനിക്ക് ആ നിയമം കിട്ടണം. ആ നിയമം എനിക്ക് തീർത്ത് തരണം. എൻ്റെ കയ്യിലേക്ക് എനിക്ക് ഇത് തുടങ്ങാനുള്ള അനുമതിയോ അല്ലെങ്കിൽ എൻ്റെ ഇന്ന് പോയ നഷ്ടപരിഹാരം എനിക്ക് തിരിച്ചു തരാനുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. ഐസ് മേക്കർ, ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുന്ന മെഷീൻ, സാൻഡ്വിച്ച് മേക്കർ ഉൾപ്പെടെ ഉപകരണങ്ങളും ലൈറ്റുകളും എടുത്തുകൊണ്ടുപോയതായും പറഞ്ഞു. മാർബിൾ, സീലിംഗ് ബോർഡുകൾ, വയറിംഗ് സാമഗ്രികൾ എന്നിവ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു. ഷവർമ മേക്കർ, പൊറോട്ട കല്ല്, അടുപ്പുകളും മറ്റും പാതയോരത്ത് ചിതറിക്കിടക്കുകയാണ്. ഗൾഫിൽ ദുബായ് ദേരയിലും ഷാർജയിലും 3 പതിറ്റാണ്ട് തൊഴിലെടുത്ത് വന്നിരുന്ന ഇയാളുടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് ഇപ്പോഴുള്ളത്. ചന്തേര പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ഹംസക്കുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദ ഗ്രേറ്റ് ബോംബെ സർക്കസ് കാഞ്ഞങ്ങാട്ട് ആരംഭിച്ചു. ലോകപ്രശസ്ത എത്യോപ്യൻ കലാകാരന്മാർ റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി എത്തുന്നു. ഐങ്ങോത്ത് നക്ഷത്ര ഓഡിറ്റോറിയത്തിന് എതിർവശമാണ് ദ ഗ്രേറ്റ് ബോംബെ സർക്കസ് ആരംഭിച്ചിരിക്കുന്നത്. ദ ഗ്രേറ്റ് ബോംബെ സർക്കസ് ഐങ്ങോത്ത് ആരംഭിച്ചു. നക്ഷത്ര ഓഡിറ്റോറിയത്തിന് എതിർവശമാണ് സർക്കസ് ആരംഭിച്ചിരിക്കുന്നത്. എത്യോപ്യൻ കലാകാരന്മാരുടെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് പ്രധാന ആകർഷണം. സ്വിമ്മിംഗ് ബീം, ആക്രോബാറ്റിക്, ഡയാബോളോ, റോളർ ബാലൻസ്, ക്ലബ്സ്, ജഗ്ഗിംഗ് എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. മലർന്നു കിടന്ന ഉയർത്തിപ്പിടിച്ച കാൽപാദത്തിൽ ഘടിപ്പിച്ച ബോളുകൾ സ്റ്റാൻഡിലെ തട്ടുകളിലേക്കും അവിടുന്ന് ബാസ്ക്കറ്റിലേക്കും നേപ്പാൾ സ്വദേശി കൂനം ലാമ പന്തുകൾ തട്ടുന്ന പ്രകടനവും കാണികളെ ആകർഷിക്കുന്നു.
ഡോഗ്സ് അക്രോബാറ്റ്, ഡെന്റൽ ബാലൻസ്, ഇൻ ട്രപ്പീസ് തുടങ്ങിയവയും ആകർഷണ ഇനങ്ങളാണ്. 1 മണി, 4 മണി, 7 മണി എന്നിങ്ങനെ ദിവസേന 3 പ്രദർശനങ്ങളാണുള്ളത്. ടിക്കറ്റ് നിരക്ക് 150, 200, 300 എന്നിങ്ങനെയാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ചടങ്ങിൽ സംബന്ധിച്ചു. നിരവധി ആളുകളാണ് ഓരോ ദിവസവും സർക്കസിലെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയ PF പെൻഷൻ ദിനം PF പെൻഷനേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഒത്തുകൂടൽ നടന്നു. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ PF പെൻഷൻ ദിനത്തിന്റെ ഭാഗമായി PF പെൻഷനേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഒത്തുകൂടൽ നടന്നു. PF പെൻഷൻകാരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും PF പെൻഷൻ നിലവിലുള്ള 1000 രൂപയിൽ നിന്നും 9000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കാലങ്ങളായുള്ള ആവശ്യം എത്രയും പെട്ടെന്ന് അംഗീകരിക്കണമെന്നും DA അനുവദിക്കണമെന്നും മുതിർന്ന പൗരന്മാർക്ക് റെയിൽവേ നിർത്തലാക്കിയ മുഴുവൻ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ജീവിത ചെലവ് നീക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം പെൻഷനെങ്കിലും നൽകുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് തയ്യാറാവട്ടെ. നമ്മളെല്ലാം കൂടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണല്ലോ ഈ രാജ്യം ഭരിക്കുന്നത്. നരേന്ദ്രമോദിയും NDA ഗവൺമെന്റും ഈ രാജ്യം ഭരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭാഗത്ത് സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമാകുന്നു. തൊഴിലില്ലാത്തവരായിട്ട് അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിനകത്ത്. പെൻഷൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KV കുഞ്ഞമ്പാടി അധ്യക്ഷത വഹിച്ചു. M രാമൻ, P നാരായണൻ, PV കാർത്യായനി, P നാരായണി, PK കണ്ണൻ, P ഗോപാലകൃഷ്ണൻ, KV നാരായണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P കാര്യമ്പു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം നെല്ലെടുപ്പ് സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി സ്ഥാനാർത്ഥികൾ പര്യടനം ആരംഭിച്ചു. P കൃഷ്ണൻ കോടാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ചു. ചിത്താരി ലോക്കൽ പരിധിയിൽപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനാർത്ഥികളായ K സബീഷ്, KK സോയ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി രതീഷ് വെള്ളംതട്ട, ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് സ്ഥാനാർത്ഥി ദീപ പ്രവീൺ, 5-ാം വാർഡിലെ KV സുകുമാരൻ, 24-ാം വാർഡിലെ K അനീഷ് എന്നിവർ രാവണേശ്വരം നെല്ലെടുപ്പ് സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി പര്യടനം ആരംഭിച്ചു. P കൃഷ്ണൻ കോടാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത സ്ഥാനാർത്ഥികളെ ഹാരമണിയിച്ചു. പോലെ ഡിസംബർ മാസം 9-11 തീയതികളിൽ നമ്മുടെ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ മത്സരിക്കുകയാണ്. ഡിസംബർ 11-ാം തീയതിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമ്മുടെ മുന്നണി അണിയത്തുള്ള സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും വിപ്ലവ പ്രസ്ഥാനത്തെ ഈറ്റില്ലമായ രാവണേശ്വരത്തിൻ്റെ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് സ്ഥാനാർത്ഥികൾക്ക് ഹാരാർപ്പണം നടത്തി ജനമധ്യത്തിലേക്ക് ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. K കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. A പവിത്രൻ മാസ്റ്റർ, T ശാന്തകുമാരി, P രാധാകൃഷ്ണൻ, K പവിത്രൻ, പ്രകാശൻ പള്ളിക്കാപ്പിൽ, അനീഷ് രാമഗിരി, KK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺ ഫോറം പാണത്തൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. പാണത്തൂർ വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം പാണത്തൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. പാണത്തൂർ വ്യാപാര ഭവനിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. KSCF സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ പ്രവർത്തന കാലാവധി 2 വർഷക്കാലമാണ്. അതനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷം നടന്ന സമ്മേളനങ്ങളിൽ തിരഞ്ഞെടുപ്പ് അജണ്ട ഉണ്ടായിരുന്നില്ല. ഈ വർഷം അങ്ങനെ ഒരു അജണ്ട കൂടി ഉപയോഗിക്കും. അപ്പൊ ഈ വാർഷിക സമ്മേളനത്തിൽ അടുത്ത 2 വർഷക്കാലം 2026-2027 വർഷങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്ന ഒരു അജണ്ട കൂടി നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിലുണ്ട്.
അതുപോലെ എല്ലാ യൂണിറ്റുകളിലും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ യൂണിറ്റുകളിലും ഈ വർഷം നടത്തുന്ന വാർഷിക സമ്മേളനങ്ങളിൽ പുതിയ ഭരണസമിതികളെ തിരഞ്ഞെടുക്കും. അത് 4 തലത്തിലും യൂണിറ്റ് തലത്തിൽ, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ. മൈക്കിൾ പൂവത്താണി അധ്യക്ഷത വഹിച്ചു. അബൂബക്കർ ഹാജി അനുസ്മരണം നടത്തി. KSCF ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഹാജി അനുസ്മരണം നടത്തി. സി കൂക്കൽ രാഘവൻ, സൂര്യനാരായണ ഭട്ട്, N ചന്ദ്രശേഖരൻ നായർ, R മോഹനകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും നടത്തി. ഹരിദാസ് PD വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി N ചന്ദ്രശേഖരൻ നായരെ ഭരണാധികാരിയായി തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. ശ്രീ സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യസായി ബാവ ശതജന്മവാർഷികത്തിന്റെ ഭാഗമായി പല്ലക്ക് ഘോഷയാത്ര നടന്നു. നിരവധി ആളുകൾ ഘോഷയാത്രയിൽ പങ്കാളികളായി. സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യസായി ബാബയുടെ ശതജന്മവാർഷികം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന പല്ലക്ക് ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടിക്കാൽ ക്ഷേത്രത്തിൽ 2026 ജനുവരി 26, 27 തീയതികളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ നിധി ശേഖരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. പടിക്കാൽ ക്ഷേത്രത്തിൽ 2026 ജനുവരി 26, 27 തീയതികളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ നിധി ശേഖരണത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. പനയന്തട്ട GCC കമ്മിറ്റിക്കു വേണ്ടി PP വിനോദ് കുമാറും പരേതയായ പനയന്തട്ട രാധമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടി മക്കളും ആദ്യ ഫണ്ട് കൈമാറി. ക്ഷേത്രം മേൽശാന്തി സതീഷ് ഭട്ടത്തിരിയുടെ സാന്നിധ്യത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ NV മനോഹരൻ ഫണ്ട് ഏറ്റുവാങ്ങി. ശ്രീ പടിക്കാൽ ക്ഷേത്രത്തിന്റെ ആഘോഷം ജനുവരി 26, 27 തീയതികളിൽ ആർഭാടപൂർവ്വം നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായുള്ള ഫണ്ട് ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. ഇന്ന് ഫണ്ട് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ഗൾഫ് കമ്മിറ്റി UAE പനയന്തട്ട UAE കമ്മിറ്റിയുടെ വകയായുള്ള സംഭാവന വിനോദ് കുമാറും അതുപോലെ നമുക്ക് ശ്രീ പരേതയായ രാധമ്മയുടെ പേരിൽ മക്കൾ നൽകുന്ന സംഭാവനയും ഇന്ന് അന്നദാനത്തിനുള്ള സംഭാവന ഇന്ന് ഏറ്റുവാങ്ങി. അതുകൂടാതെ ജനുവരി 26 തീയതി 26, 27 തീയതികളിൽ വിവിധ താന്ത്രിക കർമ്മങ്ങളും കഥകളിയും മാതസമിതിയുടെ നൃത്ത പരിപാടികളും അതുകൂടാതെ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് വിവിധ വ്യക്തികൾ നിധി ശേഖരണത്തിലേക്ക് തങ്ങളുടേതായ സംഭാവനകൾ കൈമാറി. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ നായർ, സെക്രട്ടറി P നാരായണൻകുട്ടി നായർ, ട്രഷറർ PP രാധാകൃഷ്ണൻ നായർ, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി KT ചന്ദ്രൻ, ട്രഷറർ K അശോകൻ, വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവ് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങൾ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, മറ്റു നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ മേലെടുക്കം ശ്രീ അയ്യപ്പ ഭജനമഠം മേൽമാട സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. മാവുങ്കാൽ മേലെടുക്കം ശ്രീ അയ്യപ്പ ഭജനമഠം മേൽമാട സമർപ്പണം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മേലെടുക്കം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൽ പുതുതായി നിർമ്മിച്ച മേൽമാട സമർപ്പണം ആനന്ദാശ്രമം ട്രസ്റ്റി സുബ്രഹ്മണ്യൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മന്ദിരം പ്രസിഡന്റ് V ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഗുരുസ്വാമി K രാജൻ, അശോകൻ എന്നിവർ സംബന്ധിച്ചു. സെക്രട്ടറി KV സുഗതൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ശ്രീ കണ്ണാങ്കോട്ട ഭഗവതിക്കാവ് കളിയാട്ട് മഹോത്സവം ജനുവരി 19, 21, 23, 24 എന്നീ തീയതികളിലായി നടക്കും. ഫണ്ട് ഉദ്ഘാടനം നടന്നു.
പുല്ലൂർ ശ്രീ കണ്ണാങ്കോട്ട ഭഗവതിക്കാവ് 2026 ജനുവരി 19, 21, 23, 24 എന്നീ തീയതികളിലായി നടക്കുന്ന കളിയാട്ട് മഹോത്സവത്തിന്റെ ഫണ്ടുദ്ഘാടനം കാവിൽ വെച്ച് നടന്നു. പ്രശസ്ത സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ആദ്യ ഫണ്ട് PGP വെജിറ്റബിൾസ് ഓണർ സഞ്ജുവിൽ നിന്നും ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഏറ്റവും ഈ ഉത്സവം പരിപാടി എന്ന് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആളാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അമ്പലമുണ്ട്, വീരഭദ്ര ക്ഷേത്രം, നിത്യപൂജയിലെ അമ്പലമാണ്. ഞാൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എല്ലാ ഒരാളാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിന് ഞാൻ പോകാത്തൊരു ദിവസം ഉണ്ടാകാം, നാട്ടിലില്ല ദിവസമല്ല. അത് നമുക്ക് വേറെ ഒന്നല്ല, നമുക്ക് ഭയങ്കര എനർജിയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് എന്ത് രസമാണ്. ഒരു ചെറിയ പരിപാടി, ഒരു ഉത്സവത്തിൻ്റെ ആഘോഷ ഭാഗമായ ഒരു കുഞ്ഞു പരിപാടിയാണ്. നിറച്ചു ആളാണ്. അവരൊക്കെ ഇതിനോട് തയ്യാറെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നലെയും അവരെ തീരുമാനിച്ചു, രാവിലെ അടിച്ചാലേ കുളിച്ച് റെഡിയായി അവർ വന്ന് നിൽക്കുക. അമ്പലത്തിൻ്റെ ഉത്സവം ഗംഭീരാക്കണം, തെയ്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം. 3 വർഷത്തൊരിക്കൽ നടന്ന ഉത്സവം കൂടിയാണ്. അപ്പം കൂടുതൽ ശക്തിയല്ലോ, അങ്ങനല്ല എല്ലാറ്റിനും ഒരു ഊർജം കൂടും. എല്ലാ വർഷവും അല്ലല്ലോ, 3 വർഷം. ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുന്ന് നാട്ടിൽ വിട്ട് പോയവരുണ്ടാവും, പുറം രാജ്യത്ത് അല്ലെങ്കിൽ ഗൾഫിലും പോയവരുണ്ടാവും, പല അല്ലെ കല്യാണം കഴിച്ചു പോയവരുണ്ടാവും. അവരൊക്കെ ഇത് ഭയങ്കര ആഘോഷിക്കുക അവരാണ്, നമ്മളല്ല. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ പ്രമോദ് പി സ്വാഗതവും ഫിനാൻസ് കമ്മിറ്റി കൺവീനർ രവി ചേരിപ്പാടി നന്ദിയും പറഞ്ഞു. ചടങ്ങിന് MV നാരായണൻ, കെ കുഞ്ഞമ്പു, വി ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വലിയപറമ്പ് മാവിലാക്കടപ്പുറം ഒരിയരക്കാവ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവം സമാപിച്ചു. ഭക്തിപൂർവ്വം കടൽക്കരയിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. വലിയപറമ്പ് മാവിലാക്കടപ്പുറം ഒരിയരക്കാവ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവം സമാപിച്ചു. ഭക്തിപൂർവ്വം കടൽക്കരയിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ ഒറ്റക്കോല മഹോത്സവത്തിന്റെ സമാപന ദിവസം രക്തചാമുണ്ടി, IT ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടന്നു. ഒരിയരക്കാവിൽ മാത്രമായി നടക്കുന്ന കടൽക്കരയിലുള്ള ബലിതർപ്പണ ചടങ്ങ് പിന്നീട് നടന്നു. 100 കണക്കിന് ആളുകളാണ് കർമ്മങ്ങൾക്ക് സാക്ഷികളാവാനെത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പൊടിപ്പള്ളം ശ്രീ അയ്യപ്പ ഭജന മന്ദിരം പുനഃപ്രതിഷ്ഠാ മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ആളുകൾ പുനഃപ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾ ദർശിക്കാനായി എത്തി. രാമണേശ്വരം പൊടിപ്പള്ളം ശ്രീ അയ്യപ്പ ഭജന മന്ദിരം പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. ധർമ്മവും തകർക്കുന്ന ഈ കലിയുഗത്തിൽ സത്യധർമ്മ സംരക്ഷണാർത്ഥം മാനവരാശിയുടെ രക്ഷകനായി ശൈവ വൈഷ്ണവ ശാക്തീക ചൈതന്യത്തിന്റെ നിറദീപമായി അവതരിച്ച കലികാലവരതനായ ശ്രീധർമ്മശാസ്താവിന്റെ ആത്മചൈതന്യം കതിരൊളി തൂകുന്ന പൊടിപ്പള്ളം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ഭക്തജനങ്ങളെ പുണ്യപാപങ്ങൾ നീരാടുന്ന ജന്മസാഗര തിരകളിൽ ദേഹവും ദേഹിയും തോണിയും തുഴയും പോലെ നീന്തി നടക്കുമ്പോൾ സർവസംഘപരിത്യാഗിയായ ശ്രീ ധർമ്മശാസ്താവ് സകല സുഖഭോഗങ്ങളിലും ആകൃഷ്ടരായ നമ്മെ മാടി വിളിക്കുന്നു. അർത്ഥം കിട്ടിയോരൽപ്പന്റെ അഹന്ത കളയാൻ അകത്തടത്തിൽ ഘനീഭവിച്ചുറച്ചുപോയ തിന്മയുടെ കരിപടലങ്ങൾ കഴുകിക്കളഞ്ഞ് സച്ചരിതരുടെ തങ്കവിളക്കാക്കി ആത്മാവിനെ ശുദ്ധി ചെയ്യാൻ ശ്രീധർമ്മശാസ്താവിന്റെ ആത്മചൈതന്യം അദൃശ്യ പ്രകാശരശ്മിയായി ഒഴുകിപ്പരക്കുന്ന പൊടിപ്പള്ളം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം സംഭവബഹുലമായ ജീവിതത്തിന്റെ നെല്ലും പതിരും വേർതിരിച്ചെടുത്ത് ജഗന്നിയന്താവിന്റെ പാതാരവിന്ദങ്ങളിൽ കരചരണങ്ങൾ അർപ്പിച്ച് പ്രകൃതിയുടെ ആത്യന്തിക സത്യമായ മോക്ഷത്തിലേക്ക് നടന്നെടുക്കുവാൻ ഓരോ ഭക്തനും തുണയരുളുന്ന ധർമ്മമാർഗത്തിന്റെ മറുപേരാണ് അയ്യപ്പാരാധന. വൈകുന്നേരം തിരുവാതിരക്കളി, കൈക്കോട്ടിക്കളി എന്നിവയും അരങ്ങേറി. തുടർന്ന് മതസൗഹാർദ്ദ സദസ്സും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ കൊട്ടാച്ചിവളപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നതിന് ഭജനമന്ദിരം ഉണ്ടാക്കാനും അതിൻ്റെ പുനഃപ്രതിഷ്ഠ മഹോത്സവം നടത്തുവാനും ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ ഭാരവാഹികൾ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു മതസൗഹാർദ്ദ സദസ്സ്
സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ വന്നത് വ്യത്യസ്ത മതത്തിൽപ്പെട്ട ഒട്ടനവധി ആളുകളാണ്. അത് തന്നെയാണ് മതസുഖം. നമുക്കറിയാം, നമ്മുടെ ഈ രാവണേശ്വരത്തിൻ്റെ കിഴക്ക് വശത്ത് ഹിന്ദു മതത്തിൽപ്പെട്ടവരും പടിഞ്ഞാറ് വശത്ത് മുസ്ലിം മതത്തിൽപ്പെട്ടവരും ജീവിക്കുന്നവരാണ്. അതിൽ വ്യത്യസ്ത മത ആളുകളും ഈ രാവണേശ്വരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ട്. അവരെല്ലാം വളരെ സൗഹാർദ്ദപൂർവ്വമാണ് ജീവിക്കുന്നത്. ഭജന മന്ദിര കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാകരൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ ഹരീഷ് പള്ളത്തിങ്കാൽ സ്വാഗതം പറഞ്ഞു. തുടർന്ന് മുഹമ്മദ് കുഞ്ഞി മഹ്ലരി, ഫാദർ നിക്സൺ എഡേറ്റ, നാരായൺ വെളിച്ചപ്പാട് എന്നിവരുടെ പ്രഭാഷണവും നടന്നു. TV സുകുമാരൻ, M ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ഭജന മന്ദിര സ്ഥാപക കമ്മിറ്റി അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കുന്നുമ്മൽ രാഘവൻ ഗുരുസ്വാമിയാണ് ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചത്. R സുരേഷൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് അരങ്ങേറ്റവും സംഗീത ശില്പവും നടന്നു. തുടർന്ന് പുനഃപ്രതിഷ്ഠ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മത്സരവേദികളിൽ കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ജോളി യൂത്ത് സെന്റർ അഡോട്ടിന്റെയും കൽപ്പക കാഞ്ഞങ്ങാടിന്റെയും കൈക്കുട്ടിക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. മാധോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം 2026 ജനുവരി 16 മുതൽ 20 വരെ തീയതികളിലായി നടക്കും. ഫണ്ടുദ്ഘാടനം നടന്നു. മാധോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഫണ്ടുദ്ഘാടനം നടന്നു. 2026 ജനുവരി 16 മുതൽ 20 വരെ തീയതികളിലായാണ് മഹോത്സവം നടക്കുന്നത്. കുറുവാട് കൃഷ്ണൻ നമ്പ്യാരുടെ മകൻ രാകേഷ് നമ്പ്യാരിൽ നിന്ന് ആദ്യ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ KP ബാലകൃഷ്ണൻ ഫണ്ട് ഉദ്ഘാടനം നടത്തി. മാധോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കഴിഞ്ഞ 12 വർഷത്തിന് ശേഷമാണ് അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം ഈ വർഷം ജനുവരി 16 മുതൽ 20 വരെ വളരെ ഭക്തി ആദരപൂർവം കൊണ്ടാടുകയാണ്. അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിപുലമായ രീതിയിൽ നാട്ടുകാരുടെയും സമീപ പ്രദേശത്തുള്ള തറവാട്ടുകാരുടെയും ക്ഷേത്ര പ്രസിഡന്റ് സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ക്ഷേത്ര അംഗങ്ങളുടെയും വിപുലമായ ആഘോഷ കമ്മിറ്റി കഴിഞ്ഞ മാസം രൂപീകരിച്ചു പ്രവർത്തനം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ക്ഷേത്ര പ്രസിഡന്റ് K കുഞ്ഞാമൻ നായർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി ഇടമന നാരായണൻ നമ്പൂതിരി, ആജീവനാന്ത മെമ്പർ PV ബാലൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വിവേക് സുധാകരൻ, ക്ഷേത്ര വൈസ് പ്രസിഡന്റ് B കൃഷ്ണൻ, സാമ്പത്തിക കമ്മിറ്റി കൺവീനർ PV രവീന്ദ്രൻ നായർ, ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ B രവിരാജ്, P ഉണ്ണികൃഷ്ണൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ CPV വിനോദ് കുമാർ, മാതൃസമിതി പ്രസിഡന്റ് രാജീവി, K രാജാമണി, P ദാമോദര പണിക്കർ, രാമകൃഷ്ണൻ K, രാമചന്ദ്രൻ കീത്തോൽ, C നാരായണൻ, KV സുകുമാരൻ, ജയൻ മുട്ടിൽ, K രമേശൻ, VV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ K തമ്പാൻ നായർ സ്വാഗതവും ക്ഷേത്ര സെക്രട്ടറി KV കുഞ്ഞിക്കണ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലപ്പാടി കാസർഗോഡ് ദേശീയപാതയിൽ വാഹനാപകടം പതിവാകുന്നു. ഏറ്റവും ഒടുവിൽ ബന്ദിയോട് മുട്ടം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. മൊർത്തണ സ്വദേശി മിർസാനയാണ് മരിച്ചത്. ഓൾട്ടോ കാറും ധാറും കൂട്ടിയിടിച്ചാണ് അപകടം. LDF മഞ്ചേശ്വരം പഞ്ചായത്ത് സമ്മേളനം TV തോമസ് ഹാളിൽ നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന ആവശ്യം ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം നടന്നു. ചെറുവത്തൂർ കുഴിഞ്ഞടി ജംഗ്ഷനിൽ കഫേ തുടങ്ങാൻ തയ്യാറെടുപ്പ് നടത്തിയ പ്രവാസിയുടെ കടയുടെ ഫർണിച്ചറുകളും ഉപകരണങ്ങളും ഉൾപ്പെടെ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചതായി പരാതി.
ചെറുവത്തൂർ തിമിരി പിലാവളപ്പ് സ്വദേശി 54-കാരനായ സി ഹംസക്കുട്ടിക്കാണ് ദുരനുഭവമുണ്ടായത്. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ നാടകോത്സവത്തിന് തുടക്കമായി. രാജ് റെസിഡൻസിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നാടകം കാണാൻ എത്തിയ ആളുകളും മുൻകാല നാടക പ്രവർത്തകരും നാടകവേദികളിൽ സജീവമായുള്ളവരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ദ ഗ്രേറ്റ് ബോംബെ സർക്കസ് കാഞ്ഞങ്ങാട്ട് ആരംഭിച്ചു. ലോകപ്രശസ്ത എത്യോപ്യൻ കലാകാരന്മാർ റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി എത്തുന്നു. ഐങ്ങോത്ത് നക്ഷത്ര ഓഡിറ്റോറിയത്തിന് എതിർവശമാണ് ഗ്രേറ്റ് ബോംബെ സർക്കസ് ആരംഭിച്ചിരിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.